അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഒരു സോപ്പ് പമ്പ് വാങ്ങിക്കാമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ സോപ്പ് പമ്പ്? ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് എൻ്റെ പഴയ ആ, സ്ക്രബ്ബറും ഞാൻ പാത്രം തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഈ പരിസരത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഒരാൾ മാത്രമല്ലല്ലോ, നമ്മൾ 10-20 പേര് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് സോപ്പ് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സോപ്പ് പമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാനും എൻ്റെ സിസ്റ്ററുമായിട്ട് ഒന്ന് പുറത്തേക്ക് പോയി. എൻ്റെ ദൈവമേ! ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടായിരുന്നു. അതുകൊണ്ട് തലയിൽ സ്കാർഫും എല്ലാമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് കുടയും പിടിച്ചൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട്. ആവശ്യത്തിന് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സോപ്പ് പമ്പ് വാങ്ങിക്കാനുള്ള അന്വേഷണവുമായിട്ട് ഞാനിതാ ഇറങ്ങി തിരിച്ചു. നല്ല ചൂട്, ഏകദേശം 48 ഡിഗ്രി ചൂടുണ്ട്. ഇങ്ങനെ നടന്ന് 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 പോകുന്ന വഴികളാണ് ഗൈസ് ഇത്. ഉച്ചയ്ക്ക് അധികം ആരും ഇങ്ങനെ ഇറങ്ങി നടക്കാറില്ല. കാരണം ചൂടിൽ നിന്ന് അവരവരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരവരുടെ ചുമതലയാണ്. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇതാ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് ഇച്ചിരി ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് 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 പോവുകയാണ്. അപ്പം നടന്ന് പോയിട്ട് ഇത് സൈഡിലുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ചിലപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നല്ല വിലയായിരിക്കാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഓപ്ഷൻ ചൂസ് ചെയ്യാതെ ഇവിടുന്ന് കുറച്ചപ്പുറത്ത് ഒരു വെൽക്കം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇറങ്ങിയത്. അങ്ങനെ നടന്ന് നടന്ന് ഇതാ എത്താറായിട്ടുണ്ട്. ഉച്ചയ്ക്ക് നടക്കുന്നതെന്ന് പറയുന്നതേ ഭയങ്കര റിസ്ക്കാണ് ആക്ച്വലി. നമ്മളെ ആരോഗ്യത്തിനും അത് റിസ്ക് തന്നെയാണ്. പക്ഷേ എന്നാലും നടക്കാൻ തുടങ്ങി, കടയിലെത്തി. അപ്പോൾ ഞാൻ നേരെ കടയ്ക്കകത്തോട്ട് കയറിപ്പോയിട്ട് താഴത്ത് ഇതൊക്കെ ഫാൻസിയും അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. വലിയ ഷോപ്പാണ്. 3 ഫ്ലോർസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ്, തേർഡ് അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ നേരെ മേളിലോട്ടുള്ള സെക്ഷനിലോട്ട് പോയി. കാരണം അവിടെയാണ് ഈ കിച്ചൻ്റെ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ അവിടെ അതൊരിക്കൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ ലക്ഷ്യം വെച്ച് അതിലോട്ടേക്ക് തന്നെ പോയിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിലോട്ട് വന്ന് ഇവിടെ എല്ലാം നമ്മുടെ കിച്ചൺ ആക്സസറീസും പാത്രങ്ങളും അതും ഇതുമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സാധനം കിട്ടി. കറക്റ്റായിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് സോപ്പ് പമ്പ്. അപ്പോൾ ഞാൻ അവനോട് ഇതൊക്കെ ഉപയോഗിക്കുന്ന രീതികളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഗൈസ്. ഇത് വളരെ ആക്ച്വലി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് സോപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് കണ്ടോ, വി ക്യാൻ ഓപ്പൺ ദിസ്. ഇതിങ്ങനെ തുറന്നതിന് ശേഷം അവനെ തുറന്ന് കാണിച്ചു തന്നു. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സോപ്പ് ഒഴിച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, ട്രൈ ചെയ്ത് നോക്കിയാണ്. സംഭവം പൊളിയാണ്, സെറ്റാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുഞ്ഞ് വീഡിയോ സ്കിപ്പായിപ്പോയി കേട്ടോ, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് കാണാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ ഒരു പ്ലേറ്റൊക്കെ വാഷ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ സംഭവം പൊളിയാണ്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പേരാണ് സോപ്പ് പമ്പ്.